നവംബർ 18 കാസർകോട്ടെ മഞ്ചേശ്വരം തളിപ്പറമ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ രാവിലെ 10 മണിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങുവാണ്. നവംബർ 19 കാസർകോട്ടെ വിവിധ മണ്ഡലങ്ങൾ. കണ്ണൂർ ജില്ലയിൽ നവംബർ 20 മുതൽ 22 വരെ 20 13-നും 14-നും കോട്ടയത്ത്, 15-നും 16-നും ആലപ്പുഴയിൽ. വണ്ടിക്കകത്ത് ഈ പ്രോഗ്രാം കിടക്കുന്നതുകൊണ്ട് നമുക്ക് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്ത് പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ മാർക്കറ്റിനുള്ളിലോട്ട് കയറിയപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല വൈബായിരുന്നു. കുറേ പഴയ ഇങ്ങനെ അവിടെ ആ ഏരിയയിലൊക്കെ എന്ന് വെച്ചാൽ പഴയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. പഴയ കുഞ്ഞു കുഞ്ഞു ഓടൊക്കെ ഇട്ടിട്ട് 2 നിലയ്ക്കുള്ള കടകളും അതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് തടിയുടെ സ്റ്റെയർ കേഴ്സും അങ്ങനെയൊക്കെ വെച്ചിട്ട് സ്റ്റെയറൊക്കെ ഉള്ള നല്ല നല്ല രസമാണ്, ക്യൂട്ടാണ്, കാണാനൊക്കെ നല്ല രസം കേട്ടോ. അതൊക്കെ കണ്ട് 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 ഇങ്ങനെ പോവാണ്. കുറേ അത് മാർക്കറ്റാണ്, നല്ല തിരക്കായിരുന്നു. ഉള്ളിലോട്ട് എന്താ വെച്ചാൽ ലോഡൊക്കെ ഇറക്കുന്ന വണ്ടികളും വലിയ വലിയ വണ്ടികളും ഒക്കെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആവശ്യമില്ലാതെ കുറേ വണ്ടികളോടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നല്ല രസമായിരുന്നു. അത് ഈ ഇടത്തെ സൈഡിലൊക്കെ കണ്ടല്ലേ, അതേപോലത്തെ ഓടിട്ടിട്ടുള്ളതും പിന്നെ വലത്തെ സൈഡിലും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ പോവാണ്. നല്ല രസം, അടിപൊളി വൈബാണ്. ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ഉള്ളിലോട്ടുള്ള ഏരിയ ആണ് കേട്ടോ. വീടുകളൊന്നുമില്ല. അപ്പം നമ്മൾ സിസ്റ്റം ഓഫ് ചെയ്തിടും കേട്ടോ. എന്നിട്ട് ഓഫ് ചെയ്തിട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ സ്പീഡ് കൂട്ടിയിടുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ പോവാണ്. ഒരു നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. റബ്ബറും കാടുകളിലൊക്കെ ഇടയിലൂടെ ഉള്ള ഒരു റോഡാണ്. നല്ല അടിപൊളിയാണ്, നല്ല തണുപ്പാണ്. നല്ല നട്ടുച്ച വെയിലത്താണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്ക് എന്താ പറയുക, നല്ല തണുപ്പാണ്. ആ ഏരിയയിലൊക്കെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളും കൊച്ചു കൊച്ചു കടകളും
പരിശനിക്കടവ് എന്ന് പറഞ്ഞൊരു കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്തിൽ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ഒരു രക്ഷയില്ല, കിടിലൻ സീനറിയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്, നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ഹൈറ്റിലൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഹൈറ്റിലാണ്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് താഴെ. അവിടെ പരിശനിക്കടവ് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലാണെങ്കിൽ നല്ല തിരക്കാണ്. അവിടെ ഒരുപാട് ഭക്തരൊക്കെ വരുന്നുണ്ട്. അവിടുന്ന് പിന്നെ കുറേ ഇതുപോലെ ടൂർ പാക്കേജുകളും റൂംസും ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഒരു പ്ലേസ് ആണെന്ന് തോന്നുന്നു. അതേസമയത്ത് ഇവിടെ പാലം പണിയാണ് കേട്ടോ. ഈ പാലം പണി കാരണം ഇവിടെ പകുതി സ്ഥലങ്ങളിൽ ക്ലോസ്ഡ് ആണ്. എന്താ പറയുക, പാലത്തിൻ്റെ ഈ സൈഡ് കൈവേരികളൊക്കെ റിപ്പയർ മെയിൻ്റെനൻസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് സൈഡൊന്ന് ഒതുക്കാം. സൈഡൊന്ന് ഒതുക്കിയിട്ട് ജസ്റ്റ് സീനറി ഒന്ന് കാണാം കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയാണ്. ക്ലിയർ വാട്ടറാണ് കേട്ടോ, നല്ല അടിപൊളി, നല്ല ബ്ലൂ കളറിൽ കിടക്കുന്ന വെള്ളമാണ്. ഇങ്ങോട്ട് നോക്കി, അവിടെയൊക്കെ കുറേ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആ കാണുന്നത് ഹൗസ് ബോട്ടാണ് കേട്ടോ. ഗോപ്രയ്ക്കകത്ത് നമുക്ക് സൂം ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അടിപൊളിയാണ്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ബോട്ടിങ്ങും, ചെറിയ കുഞ്ഞു കുഞ്ഞു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ കുറേ പേര് അവിടെയൊക്കെ നിൽപ്പുണ്ട്, ചൂണ്ടയിടാനൊക്കെ ആയിരിക്കാം. ഓക്കെ, അടിപൊളിയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങനെയൊക്കെ കറങ്ങി വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടം വരെ ഉള്ളു മയ്യ എന്ന് പറഞ്ഞൊരു സ്ഥലം, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അവിടം വരെ പോയിട്ട് നമുക്ക് തിരിച്ച് വന്ന റൂട്ട് തന്നെ തിരിച്ചു പോകണം. നമുക്ക് അങ്ങനെയാണ് റൂട്ട് വന്നിരിക്കുന്നത് കേട്ടോ. മയ്യിൽ എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ളൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. അവിടെ കുറേ റൂംസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് ഇവിടെ ഉണ്ട് കേട്ടോ, ബോട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 13-14 നമ്മൾ ഹൈവേന്ന് കുറച്ച് പടിഞ്ഞാട്ടോട്ട് കയറിയപ്പോഴത്തേക്കാണെങ്കിലേ രണ്ട് സൈഡിലും എന്താ പറയുക ഫുള്ള് പാടങ്ങളാണ്. കുറച്ച് ഇങ്ങനെ നല്ല നല്ല കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കും. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ മലയൊക്കെ വന്നിട്ട് അവിടെ തെങ്ങുകളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്, പച്ചപ്പും നല്ല സീനറി ആയിരുന്നു. സൺസെറ്റ് സമയമായിരുന്നു, പക്ഷേ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം ഇങ്ങനെ ആ ഒരു ഇത് കിട്ടിയില്ല കേട്ടോ. കറക്റ്റ് നമുക്ക് സൺസെറ്റ് കിട്ടിയില്ല. പക്ഷെ സൺസെറ്റ് കിട്ടിയാലുണ്ടല്ലോ ഒരു രക്ഷയില്ലായിരുന്നു, കിട്ടിലും വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നല്ല രസമായിരുന്നു കാണാനായിട്ട്. അവിടെയൊക്കെ മലയും ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഫുള്ള് മലയും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ ആ ഒരു ഏരിയ കാണാനായിട്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടെ നേരെയൊക്കെ പോയപ്പോഴത്തേക്ക് നല്ല പാലം അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് അവിടെ നല്ല ഇങ്ങനെ ദ്വീപുകളൊക്കെ പോലെ അവിടെ നല്ല വ്യൂ ആയിരുന്നു. ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ ഈ ഒരു പാലം അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ഈ ഇടത്തെ സൈഡിലോട്ടായാലും വലത്തെ സൈഡിലോട്ടായാലും നോക്കിയാലും നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ ഈ ക്ലൈമറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആ സൺസെറ്റിൻ്റെ ഒരു വ്യൂ കൂടെ കിട്ടുമ്പോഴത്തേട്ടാ ആ കായലിലോട്ട് ഇങ്ങനെ വെട്ടമടിക്കും. അപ്പോൾ അത് കിട്ടില്ല, രസമായിരിക്കും അത് കാണാനായിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇതായതുകൊണ്ട് ഇങ്ങനെ വലുതായിട്ട് കിട്ടിയില്ല. അല്ലെങ്കിൽ അത് കിട്ടിയായിരുന്നെങ്കിൽ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. വീഡിയോയ്ക്കകത്താണെങ്കിൽ നേരിട്ടാണെങ്കിലും കാണാൻ അടിപൊളിയാണ്. രണ്ട് സൈഡിലും അടിപൊളി വ്യൂ ആയിരുന്നു. ഇങ്ങനെ ചെറിയ ദ്വീപ് പോലെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഏത് സ്ത്രീതെയ്യമായ ദേവസ്വം
നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി എനിക്കാണെങ്കിൽ കാസർഗോഡ് ബോർഡറിലോട്ട് പോകണം. ഞാനിപ്പോൾ കണ്ണൂരാണുള്ളത്. നാളെ അവിടെ ആണ് കേട്ടോ പരിപാടി. അപ്പം എന്താ പറയുക, ഞാനാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ടൊക്കെ വൈകുന്നേരം ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ജനമൈത്രിയുടെ ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ ആണെങ്കിൽ ഊണിന് 30 രൂപ. അപ്പോൾ ഊണ് ഞാൻ വാങ്ങിച്ചു വെച്ച്. ചീത്തയാവില്ലെന്ന് അറിയത്തില്ലായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ചീത്തയായിട്ടില്ല. ഉച്ചയ്ക്ക് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ 30 രൂപയ്ക്ക് ഊണ് കിട്ടി, അതുകൊണ്ട് ലാഭമായി. രാത്രിയിലെ ഫുഡ് അങ്ങനെ അതങ്ങ് സെറ്റായി കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ 100 രൂപയ്ക്ക് അടുത്തൊക്കെ ചിലവാകും നമ്മൾ രാത്രി ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുവാന്ന് ചിലപ്പോൾ ലെക്കാർഡ് കിട്ടും, അല്ലെങ്കിൽ നല്ലോണം ചിലവാകും കേട്ടോ. അങ്ങനെ അടിപൊളി ഊണാണ്, കുഴപ്പമൊന്നുമില്ല. ഡയറ്റ് കുറവാണ് കേട്ടോ. ഞാനിപ്പോൾ മീൻകറി ഒഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ ചേച്ചിമാരുണ്ടാക്കുന്ന ഊണാണ് കേട്ടോ. വീട്ടിലെ ഊണെന്ന് കറക്റ്റ് നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. ഞാനിങ്ങനെ കുറച്ചായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ കാണുന്ന അവിയലാണ്. അവിയലുണ്ട്, പിന്നെ മറ്റേ ബീട്രൂട്ടിൻ്റെ തോരനുണ്ട് കേട്ടോ. അച്ചാറോ മറ്റു സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. 30 രൂപയ്ക്ക് എന്ത് ചെയ്യാനല്ലേ. അപ്പം ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പാഴ്സൽ മേടിച്ചിട്ടുണ്ട്, വണ്ടിയിൽ നിന്ന് കഴിക്കാം. ഞാനങ്ങ് പെട്ടെന്ന് കഴിക്കുന്നതെന്ന് വെച്ചാൽ, റൂമിൽ പോകുന്നതിന് മുന്നേ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഈ സാധനം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, ചിലപ്പം പണി കിട്ടും. പക്ഷേ ഇതുവരെ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇതുവരെയുള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പം നാളെ നല്ല കിടിലൻ വീഡിയോ ആയിട്ട് നാളെ കാണാം. നല്ല സീനറി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോകാമെന്ന് ഞാൻ എടുക്കാറില്ല. എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നത് മാത്രമേ ഇറങ്ങി എടുക്കാറുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലായിടവും പോയി എടുക്കാനും പറ്റത്തില്ല കേട്ടോ, നമുക്ക് ടൈമില്ല. നമുക്കൊരു ലിസ്റ്റുണ്ട് ഈ പോകേണ്ട ഏരിയയിൽ. അപ്പം അതൊരു ടൈറ്റ് ഷെഡ്യൂൾട്ടായിരിക്കും ചില സമയത്തൊക്കെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ടൈം കിട്ടത്തില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങ് പോകും. അങ്ങനെ ഷൂട്ടിംഗ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഓക്കെ, അപ്പം നാളെ കാണാം. നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിക്കാരുടെ സ്വന്തം താജ്മഹൽ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഇമോസിലാണ്. 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഐഫോൺ നമുക്ക് സ്വന്തമാക്കാം. ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഫോൺ വേണമെന്ന് വീട്ടിൽ പറയുവാണെങ്കിൽ ഇവിടെ 5000 രൂപ തൊട്ട് നമുക്ക് ഫോണുകളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ സാധാ ഫോണുകളൊക്കെ 650 രൂപ മുതലാണ്. 3000 രൂപ മുതൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആൻഡ്രോയിഡ് ഫോണുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ 6000 രൂപ മുതലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ലാപ്പിന്റെ അക്സസറീസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. സർവീസും കാര്യങ്ങളും ഉണ്ട്. മൊബൈൽ ഫോണിന്റെ അക്സസറീസും കാര്യങ്ങളും സർവീസും കാര്യങ്ങളും മൊബൈലിന്റെ പൗച്ചും കാര്യങ്ങളും എല്ലാം ഈ കാണുന്നതൊക്കെയാണ്. കസ്റ്റമേഴ്സിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് മൊബൈൽ സർവീസ് ചെയ്യുന്നത്. ലേഡീസിന്റെ ഒക്കെ ഫോണൊക്കെ സർവീസ് ചെയ്യാനായിട്ട് നമുക്ക് ടെക്നീഷ്യൻ ഉണ്ട്. നിങ്ങൾക്ക് മൊബൈൽ പരമായിട്ടുള്ളയോ ലാപ്പ് പരമായിട്ടുള്ള എന്ത് കംപ്ലൈന്റുകളാണെങ്കിലും പുതിയത് വാങ്ങാനാണെങ്കിലും നേരെ ഇമോസിലോട്ട് വന്നേരെ ഫുൾ ഓഫറുകളാണ് കേട്ടോ.